ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അഫിയുടെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതിന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിലങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഇന്നൊരു സൺഡേ ആയിരുന്നേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പുറത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വെള്ളം ചെടിക്ക് നനയ്ക്കൽ, അതുപോലെ അവിടെയൊക്കെ കഴുകൽ, പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ താഴെ നട്ടിരുന്ന പച്ചക്കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ടെറസിൻ്റെ മേളിൽ വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അതൊക്കെ ടെറസിൻ്റെ മേലെ കൊണ്ട് വെച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉമ്മയുടെ റോസയാണ്. അപ്പോൾ കുറച്ച് നാളായല്ലോ കേട്ടോ ഇതൊക്കെ വാങ്ങിയിട്ട്. പക്ഷെ നല്ലോണം പൂവൊക്കെ പിടിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, അധികം ചെടികളൊന്നുമില്ല. പക്ഷേ എല്ലാതൊക്കെ നല്ലോണം പൂവൊക്കെ പിടിച്ച് നല്ല ഭംഗിക്ക് നിൽപ്പുണ്ടേ. ദിവസം ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് വേണ്ടി വാങ്ങിയ വണ്ടിയാണ് കേട്ടോ. പക്ഷെ ഞാനിതിപ്പോൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല, വാപ്പാണ് കൂടുതലും ഓടിക്കാറുള്ളത്. പിന്നെ ഈ ഇരിക്കുന്നത് അഫിയുടെ ഹങ്കാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഹങ്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അഫി ഇതിനാകെ മോഡിഫൈ ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ വണ്ടിയുടെ കോലത്തിലാക്കി വെച്ചേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതും കൊണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പോലീസ് പിടിക്കും എന്നുള്ള അവസ്ഥയാണ്. കാരണം അഫി ഇതിൻ്റെ ഹെഡ്ലൈറ്റും സൈലൻസറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഫുൾ മോഡിഫൈ ചെയ്ത് വെച്ചേക്കാട്ടോ. പിന്നെ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ടേ. അഫി പോയപ്പോൾ ഇതിപ്പോൾ ആരും എടുക്കാറില്ല. അപ്പം ഞാനിപ്രാവശ്യം അഫിയോട് ചോദിച്ചു, ഞാനിന്നടുത്ത് ഓടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അഫിക്കാണെങ്കിൽ അതിനുള്ളൊരു ധൈര്യമില്ല. ഒറ്റയ്ക്ക് എടുക്കണ്ട, വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡെന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നേ. അപ്പോൾ പുറത്ത് പണിയുള്ളതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ ബിരിയാണിക്ക് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത്രയും തന്നെ മതിയല്ലോ ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഉമ്മ ഉണ്ടാക്കിയാണ്, ഉമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കാനൊക്കെ ചെന്നു എന്നല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉമ്മ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരം ഇവായും കൂടെ ഇരുത്താറുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് വാരി കഴിക്കും കേട്ടോ. അങ്ങനെ അതിന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ അധികം പാത്രമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ കഴിച്ചിട്ടുണ്ടായ ഒരു 3-4 പാത്രം ഉണ്ടായുള്ളൂ. അതങ്ങോട്ട് വേഗം കഴുകി വെച്ചിട്ട് പിന്നെ ഇവാക്ക് ചോറ് കൊടുക്കാൻ പോയി. ഇവ തനിയെ കഴിച്ചെങ്കിലും എന്താ പറയുക, ഒന്നും കഴിച്ചില്ല, വെറുതെ ഇങ്ങനെ ഇളക്കി ഇരിക്കുമെന്നല്ലാണ്ട് ഒന്നും മര്യാദയ്ക്ക് കഴിക്കൂല കേട്ടോ. അങ്ങനെ ഞാനും റിച്ചും കൂടി പിടിച്ചിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവ ഒന്നും കഴിച്ചില്ല കേട്ടോ. എന്താ പറയുക, എന്തൊക്കെ ചെയ്തിട്ടും അവൾ കഴിക്കില്ല എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം ഞാൻ പിന്നെ കൊടുക്കാൻ പോയില്ല. ഞാൻ പിന്നെ എല്ലാം മാറ്റി വെച്ചു. വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സും എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുരുത്തക്കേടിന് കുറവൊന്നുമില്ല കേട്ടോ. ആളിപ്പോൾ വലുതായി വരുന്തോറും ചട്ടമ്പിത്തരം ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരാണേ. ഭക്ഷണം കൊടുക്കാനിരുന്നതിനാലും നമ്മളെ പെടുത്തു കേട്ടോ. ചില ദിവസങ്ങളിൽ കുഴപ്പമില്ലായിരിക്കും, കുറച്ചൊക്കെ കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിപ്പിക്കാനായിട്ട്. റിച്ചു വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ പിന്നെ അവൾക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഫുൾ ടൈം ഇങ്ങനെ ഇവാടെ പിറകെ ഓട്ടം തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഉമ്മായും വന്നിട്ടോ. അപ്പോൾ ഉമ്മയുടെ ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പിൽ. അതായത് ഉമ്മയുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അധികം ആയില്ലാട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓഡിയോസൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. എന്തുവാ എന്തത് ഇതെപ്പോ എടുത്ത ഫോട്ടോ? ആഹാ, ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്താ? ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മാക്ക് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം വയസ്സായപ്പോ കിട്ടിയ ഫ്രണ്ട്സുകള്. മാക്കേ വയസ്സായപ്പോ കിട്ടിയ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇപ്പൊ ഏതു നേരം ഫ്രണ്ട്സിന്റെ കൂടെയാണ് കേട്ടോ. ഏതു നേരം നോക്കിയാലും ഫ്രണ്ട്സ്. ഇപ്പൊ ഇല്ല, നമ്മളൊന്നറിയില്ല. ഫ്രണ്ട്സുകളൊക്കെ കാരണം ഒരുവിധം പ്രസവിച്ചു തരാൻ പറയാനുള്ള നേരില്ല എന്നുള്ളതാണ്. സ്റ്റാറ്റസ് നോക്കണമെന്നൊക്കെ അറിയണം. ഇവരെങ്ങനെ നോക്കി ഇവരൊക്കെ പെണ്ണങ്ങി ഗ്രൂപ്പിൽ കയറാത്തോണ്ട് ആക്റ്റീവ് ആവാണ്ട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വീഡിയോ ഇട്ടു.
അതന്നെ ഓരോരുത്തരും വീഡിയോ ഓരോരുത്തരൊക്കെ വീഡിയോ ഇട്ട് വെക്കണം. നിനക്കൊരു സബ്ജക്റ്റ് ഇല്ലാത്ത ആരോട് ഉമ്മാടെ ചാൻസുകൾ വെച്ചിട്ടെങ്കിലും ഒരു വീഡിയോ ഇടട്ടാവുള്ളൂ. അങ്ങനെ ഉമ്മാടെ കത്തിയടിയൊക്കെ കേട്ടോണ്ടിരുന്ന വഴിക്ക് അവിടെ കൂടെ ഒരു ഐസ്ക്രീം കാരൻ പോയിട്ടോ. അപ്പം ഞങ്ങൾ ആളെ പിടിച്ച് നിർത്തിയിട്ട് 2 ഐസ്ക്രീമൊക്കെ വാങ്ങി. ചോക്കോബാറാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു എന്തോ കമ്പനി സാധനം തന്നെ ആയിട്ടോ, അല്ലാണ്ട് ഈ ലോക്കൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമൊന്നും അല്ല. അപ്പോൾ എന്തായാലും ഐസ്ക്രീം കിട്ടിയ പാട് തന്നെ ഇവ തട്ടിപ്പറിച്ചിട്ട് പരിപാടി തുടങ്ങി. പിന്നെ ഞാൻ ഇവാടെ നിന്ന് മാക്സിമം തട്ടിപ്പറിച്ചിട്ട് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നേ. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇവാക്ക് കൊടുക്കാനായിട്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ തട്ടിപ്പറിച്ച് കഴിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവയുടെ കൈമുഖമെല്ലാം കഴുകിയിട്ട് ഇവയെ കൊണ്ടെടുത്ത് ഉറക്കിയിട്ടോ. അപ്പോൾ ഇവ എപ്പോഴും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഇവാനെ കൊണ്ടെടുത്ത് ഉറക്കി. അത് തന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ ആ പരിപാടികളൊക്കെ തീർത്ത് വെച്ചു. അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഒന്ന് റെഡിയായിട്ട് പുറത്തോട്ട് പോയായിരുന്നേ. ഞങ്ങൾ വൈമാൾ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ടോയ്സ് റസിൻ്റെ ഫ്രണ്ടിൽ ഒരു ജിറാഫ് നിൽപ്പുണ്ടേ. അപ്പോൾ ഇവാക്കാണെങ്കിൽ അതിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവ അതിൻ്റെ അടുത്തോട്ടൊന്നും പോവാണ്ട ഇങ്ങനെ പേടിച്ച് നിൽക്കായിരുന്നേ. വൈമാളിൽ അന്നത്തെ ദിവസം ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കായിരുന്നേ. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെയിൻറ്റിങ്സ് ഒക്കെ കാണുന്നത്. ചെയ്യാനിഷ്ടമാണ്. ഞാൻ പണ്ടൊക്കെ കുറച്ചൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവായും കൂടെ വന്നതോടുകൂടി നമുക്ക് ഒന്നിനും പറ്റൂല. പെയിൻ്റൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവ അതും കൊണ്ട് ഓടുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാനിപ്പോൾ പോവാറില്ല. അതുപോലെ മടിയുണ്ട് കേട്ടോ, നല്ല രീതിയിൽ മടിയുണ്ട്. പണ്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാമായിരുന്നു കേട്ടോ. വീട്ടിലിങ്ങനെ ഓരോ ഡെക്കറേഷനും സാധനങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല. എന്നാലും ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ. അങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിറങ്ങിയപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതുതന്നെ ഞങ്ങൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഉമ്മായും വാപ്പായും ഭയങ്കര പർച്ചേസിങ് ആയിരുന്നു. ഞാനും റിച്ചും കൂടെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ചോക്ലേറ്റ്സും അതുപോലെ കേക്കും സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കായിരുന്നേ. മാളിൽ വന്നതിനാൽ ഞാനും റിച്ചും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഉമ്മാടെയും വാപ്പാടെയും കൂടെ അധികം നടക്കാറില്ല. ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ മാറി അത് ഇതൊക്കെ നോക്കി വെറുതെ കറങ്ങി നടക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ വൈമാളിൽ അന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ തിരക്കില്ലാത്ത ദിവസങ്ങളൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം ഇവിടെ തന്നെയാണ് കേട്ടോ സാധനം വാങ്ങുന്നത്. ഞങ്ങൾ തന്നെ ആണെങ്കിലും പണ്ട് ഉമ്മ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു സാധനം വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വൈമാൾ വന്നതോടുകൂടി കംപ്ലീറ്റ് സാധനങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെയാണ് വാങ്ങാറുള്ളത്. ഇവ പിന്നെ എവിടെ പോയാലും പതിവ് പോലെ തന്നെ സാധനങ്ങളൊക്കെ പറക്കി ഇതൊക്കെ പറക്കി ബാസ്ക്കറ്റിൽ ഇടലാണ് കേട്ടോ മെയിൻ പണി. അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചാൽ കുറച്ച് റിസ്കി ടാസ്ക്കാണ് കേട്ടോ. ഞങ്ങൾ ദുബായിൽ വെച്ചിട്ട് ഭയങ്കര പെട്ടുപോയതായിരുന്നു. ഇവയും കൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൺട്രോളും കിട്ടില്ല. അപ്പം ഞാനും റിച്ചും കൂടി ഇങ്ങനെ ഇതൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കണമെന്നല്ല, വെറുതെ രസമാണ്. മാളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വില നോക്കിയിട്ട് വെക്കുക എന്നുള്ളത് ഒരു ശീലമായിപ്പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിക്കാൻ നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനായിട്ട് പെട്ടെന്നൊരു പൂതി തോന്നിയത്. അങ്ങനെ ഞാൻ റിച്ചും കൂടെ പോയിട്ട് 2-3 ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നേ.
ഇറങ്ങാൻ നേരം എന്താ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടേ. അപ്പോൾ ആൾ നമ്മളോട് ഓടി വന്ന് സംസാരിച്ചു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടോ. ഫസിലാന്ന് എന്തായിരുന്നു കേട്ടോ പേര്. അപ്പോൾ ആളുടെ കുട്ടിയാണെങ്കിൽ ഇവാടെ പ്രായമൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വൈകിട്ട് എല്ലാവരും അത് തന്നെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം തന്നെ എല്ലാവരും കിടന്നു. കാരണം റിച്ചൂനൊക്കെ അടുത്ത ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു, വർക്കിംഗ് ഡേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.